നമസ്കാരം, ഇവിടെ സുഭാഷ് സാറാണ്. നമ്മുടെ ഈ വർഷത്തെ കീം എൻട്രൻസ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ നിങ്ങളുടെ മനസ്സിൽ പല സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ മെച്യൂരിറ്റി ലെവലിലോട്ട് ഇങ്ങനെ കയറി അപ്പുറത്തോട്ട് കടക്കാൻ പോവുകയാണ്. ഇനി നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പഠിക്കണമെന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്കൊരു കോഴ്സ് കിട്ടുക എന്നുള്ളതായിരിക്കും വലിയൊരു ആവശ്യം. നല്ലൊരു കോളേജ് കിട്ടുക. ഇതെല്ലാം കഴിഞ്ഞൊരു 4 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ജോലി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പിന്നെയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെയൊക്കെ ഹയർ സ്റ്റഡി ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവേണ്ട ടൈമാണ് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പോൾ മനസ്സിലായില്ല എങ്കിൽ നമ്മൾ ഇനി എന്ന് മനസ്സിലാക്കിയാലും പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ തൊട്ട് ഇന്ന് തൊട്ട് ഈ ടൈം തൊട്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക. സമയമൊക്കെ കൂടുതലായിട്ടും പല കാര്യങ്ങൾ ഈ മറ്റുള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഒഴിവാക്കി ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. പിന്നെ കുറച്ച് സമയമൊക്കെ നമുക്ക് എന്തായാലും റിലാക്സ് ചെയ്യാൻ വേണം, അതൊക്കെ വിടാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീം റാങ്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളിലൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പടിപടിയായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ കീം റാങ്ക് കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ 3 സിലബസുകാരാണ് ഇത് എഴുതുന്നത്. ഒന്ന് സ്റ്റേറ്റ് സിലബസ്, രണ്ടാമത് CBSE, മൂന്നാമത് ISC. ഈ 3 പേരുടെയും മാർക്കുകൾ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ വ്യത്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കുറെ റാങ്ക് മീൻസ് ഒരു 100 റാങ്ക് എടുത്താൽ പോലും ഈ 2 സിലബസുകാർക്ക് മീൻസ് CBSEക്കും ICSEയും ഇത്തിരി മുൻതൂക്കം ഉണ്ടാവും കേട്ടോ. ഇത്തിരി എന്തായാലും ഒരു മുന്നിലോട്ടായിരിക്കും അവരുടെ ആൾക്കാർ എത്തുന്നത്. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റേറ്റുകാർ അങ്ങോട്ട് എൻ്റർ ആവും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ എന്തായാലും വഴിയെ നമുക്ക് കാണാം. അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ റാങ്ക് കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്കറിയാം, ആദ്യം ഇത് PCMഉം രണ്ടാമത്തേത് കീം. ഇത് രണ്ടുകൂടെ ചേർന്നാണ് നമ്മുടെ ഫൈനൽ റാങ്ക് വരുന്നത്. PCMന്റെ റാങ്ക് നമ്മളെ നോക്കുമ്പോൾ അത് 300-ലോട്ട് മാറ്റും. കീമിന്റെയും 300-ലോട്ട് മാറ്റും. 300-ലോട്ട് മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 600-ലാണ് നമ്മുടെ എഴുതുന്നത് അല്ലെ. 150 ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് 600. ഈ 600-നെ നമ്മൾ 300-ലോട്ട് മാറ്റും. എന്നിട്ട് ഈ 300 കിട്ടുന്നതും നമ്മുടെ PCMൽ 300-ലോട്ട് മാറ്റുന്നതും തമ്മിൽ ആഡ് ചെയ്ത് 600-ലാണ് ഫൈനൽ സ്കോർ വരുന്നത്. ഈ 600 കിട്ടുന്നതിനെയാണ് റാങ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ PCMൽ ഒരാൾക്ക് കിട്ടിയത് ഒരു 250 ഉണ്ടെന്ന് വിചാരിക്കും. 300-ൽ 250 കിട്ടിയ ഒരാൾക്ക്. ഇനിയും കീമിന് കിട്ടിയത് നമുക്ക് ഏകദേശം അതും ഒരു 200 അല്ലെങ്കിൽ 200 എന്ന് വെച്ചോ, 200 കിട്ടി. അപ്പൊ രണ്ടോട് ചേരുമ്പോൾ ഒരു 450 മാർക്കാണ് നമ്മുടെ 600-ൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 600-ൽ 450 കിട്ടി. 600-ൽ 450 എന്ന് പറഞ്ഞാൽ അത്ര മോശമൊന്നുമല്ല കേട്ടോ. ഈ 450-ന്റെ റാങ്ക് ഏകദേശം ഞാനൊന്ന് പറയാം. എന്തായാലും ഒരു 3000-2000-ന് ഇടയ്ക്കൊക്കെ കിട്ടും കേട്ടോ. 450, 600, 450 ഉണ്ടെങ്കിൽ ഒരു 3000-നൊക്കെ അടുത്തെത്തിയിരിക്കും. നല്ലൊരു റാങ്ക് ആയിരിക്കും കേട്ടോ, മോശമല്ലാത്ത. അത് നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ വർഷത്തെ മാർക്ക് എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയെന്നുള്ളതിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കൃത്യമായിട്ടല്ല, എന്നാലും ഞാനൊരു അപ്രോക്സിമേഷൻ പറഞ്ഞാൽ 3000 അറൗണ്ട് ആയിരിക്കും കേട്ടല്ലോ. 600, 450 ഇതാണ് നമ്മുടെ റാങ്ക് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ 3 സിലബസുകാരുടെ എടുക്കുന്നത് എല്ലാവരും കേട്ടോ. ഒന്നാമത് നമ്മുടെ സ്റ്റേറ്റ് സിലബസിന്റെ ആണ്, രണ്ടാമത്തേത് CBSEയുടെ, മൂന്നാമത്തേത് ISC. ഇങ്ങനെ 3 സിലബസുകാരുടെ ആണ് നോക്കുന്നത്. ഞാൻ ആദ്യം PCMന്റെ മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത് എന്നുള്ളതൊന്ന് കേട്ടോ. സ്റ്റേറ്റ് സിലബസുകാരുടെ വരുമ്പോൾ നമുക്കറിയാം 120 + 120 + 120 3 സബ്ജക്ട് ഉണ്ടല്ലോ, ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി എല്ലാം 120 വെച്ചാണ്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 360. ഈ 360-ലാണ് അവരുടെ മാർക്ക് കിട്ടുന്നത്. ഇപ്പൊ 360-ൽ ഒരാൾക്ക് ഒരു 320 കിട്ടി എന്ന് വിചാരിക്കുക. 360-ൽ 320 കിട്ടി. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 300-ലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. 300-ലോട്ട് കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ 300-ൽ എത്ര ആണെന്നുള്ളത് അറിയണം. 300-ൽ എത്ര ആണെന്ന് അറിയാൻ ഈ 360-ൽ 320 ആണെങ്കിൽ 300-ൽ അവൻ എത്ര ആയിരിക്കും എന്നറിയാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ 320/360 × 300 എന്ന് കൊടുത്താൽ മതി. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും ചെയ്താൽ മതി. ഈ സിംപ്ലിഫിക്കേഷൻ ടഫ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ, PCMന് എത്ര ആണോ നിങ്ങൾക്ക് കിട്ടുന്നത്, ഓക്കെ, 320, 120, 120-ലുള്ള 360-ൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് അതിനെ നിങ്ങൾ 1 പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി.
1 പോയിന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 300-ലോട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടിക്കോളും. ഓക്കെ, കൃത്യമായല്ലോ. അപ്പോൾ 300-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളുടെ PCM മാർക്ക് ഡിവൈഡഡ് ബൈ 1.2. ഓക്കെ, 1.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് കൺവേർട്ടഡ് ടു 300. ഓക്കെ, 300-ലോട്ട് കൺവേർട്ട് ആയി, അത് കിട്ടി. ഇനി CBSEക്ക് ഒന്നും കുഴപ്പമില്ല, അവരുടെയൊക്കെ ഓൾറെഡി 300-ലാണ്. ഇതൊക്കെ 300, അവരൊന്നും ചേഞ്ച് ആവണ്ട, അവർക്കെല്ലാം കറക്റ്റ് 100 ആയതുകൊണ്ട് എല്ലാം 300-ലോട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനും ഇങ്ങനെയാണ് 300-ലോട്ട് മാറ്റി ശേഷം ഇവിടെ കിട്ടുന്ന കീമിന്റെ മാർക്ക് കൂടെ ചേർത്ത്, കീമിന്റെ മാർക്ക് 600-ലാണ്, അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റും, 300-ലോട്ട് മാറ്റും. അപ്പൊ 600-ൽ ഒരാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ 600-ൽ നമുക്ക് കിട്ടുന്നത് 150 ക്വസ്റ്റ്യൻസ്, 150 ക്വസ്റ്റ്യൻസുകൾക്ക് ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വെച്ച് കീമിന് 600-ലാണ്. 600-ൽ നമുക്കൊരു 400 കിട്ടുന്ന ഒരാൾക്ക് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 300-ൽ 200 ആവും, എന്ന് പറഞ്ഞാൽ പകുതിയാവും എന്നർത്ഥം. ഓക്കെ, ഇപ്പൊ നമ്മൾ 600-ൽ 400 കിട്ടി, അങ്ങനെയാണ് 300-ൽ എത്രയെന്ന് വെച്ചാൽ 400-ന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ പകുതിയാണ് അതിനെ 300-ലോട്ട് മാറ്റുമ്പോൾ. എത്രയാണോ കീം മാർക്ക് ഇപ്പൊ 600-ൽ എത്രയാണോ അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ അത് 300-ലോട്ട് മാറും. അങ്ങനെ കിട്ടുന്ന ഈ 300 മാറും ഇതോടെ ചേർത്ത് രണ്ടോട് ചേരുമ്പോഴാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണോ അത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാകുന്നുണ്ട്. മീൻസ് സ്റ്റേറ്റ് സിലബസുകാർക്ക് ഒരു പ്രശ്നമാകുന്നുണ്ട്, CBSEക്കാർക്ക് ഒരു പോസിറ്റീവാണ്, മറ്റവർക്ക് നെഗറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ കേരളക്കാർക്ക് ഇച്ചിരി നെഗറ്റീവും CBSEക്കാർക്ക് ഒരു പോസിറ്റീവ് ആണത്. ആ ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിൽ വലിയ വ്യത്യാസമാണ് വരുന്നത്. പക്ഷെ അത് ഈ വർഷമൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നൊക്കെ പറയുന്നു, പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമ്പോൾ നിങ്ങളെ കറക്റ്റായിട്ട് അറിയിച്ചിരിക്കും. ഇതുവരെ അതിനെക്കുള്ള ഇന്നാളൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നിന്നുപോയി, ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഒരാൾക്ക് 300-ൽ 360 കിട്ടിയെന്ന് വിചാരിക്കാം. 360 കിട്ടി എന്ന് പറഞ്ഞാൽ അവന് ഒരു മാർക്ക് പോലും പോയിട്ടില്ല, 120 എല്ലാത്തിനും ഫുൾ മാർക്ക്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവനെ 300-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവന് 300 കിട്ടേണ്ടതാണ്. ഒരു മാർക്ക് പോലും അവന് പോകാൻ സാധ്യതയില്ല, പോകത്തില്ല. പക്ഷേ അങ്ങനെ കിട്ടുന്നില്ല ഇപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ 280 തൊട്ട് 285 വരെയൊക്കെ കിട്ടുന്നുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ 20 മാർക്ക് വരെ പോയ അവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫുൾ പാസ്സായവരുടെ മാർക്ക് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ കൂടെ പാസ്സായത് തൊട്ട് വലിയ രീതിയിൽ കൂടെ പാസ്സായ മാർക്കുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, മാത്സിന്റെ മാർക്ക് നമുക്ക് 80-ൽ എടുക്കുമ്പോൾ 80 കിട്ടിയവരുണ്ട്, 80-ൽ 24 ഒക്കെ ജസ്റ്റ് പാസ്സാവുന്നതിന് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. 80-ൽ ഇത്രയൊക്കെ കിട്ടുന്നവരുണ്ട്, ജസ്റ്റ് പാസ്സാവുന്നവരും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഇത്രയും വ്യത്യാസമുണ്ട്, 80-ൽ 55, 80-ൽ 42, 80-ൽ ഇങ്ങനെ പല മാർക്ക്, അങ്ങനെ ഭയങ്കരമായിട്ട് സ്കാറ്റർ ചെയ്താണ് മാർക്ക് കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ കൂടും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കുറയും. നമുക്കറിയാം, CBSEക്കാരുടെ മാർക്ക് അത്രയും കുട്ടികൾ ഒന്നാമതേ ഇല്ല, രണ്ടാമത് മാർക്കിൽ ഇത്രയും ഡീവിയേഷൻസ് കുറവായതുകൊണ്ട് അവർക്കിത് എഫക്റ്റ് ആവുന്നത് കുറച്ചാണ്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ് കേട്ടോ. അപ്പൊ അത് ഓരോ വർഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് കണക്കൊന്നും പറയാൻ പറ്റില്ല. ഈ വർഷത്തെ ചേഞ്ച് ചിലപ്പോൾ വേറെ രീതിയിൽ കൂടെ ആയിരിക്കും. ഇപ്പൊ 200 കഴിഞ്ഞ വർഷമൊക്കെ 300-ലൊക്കെ 250-ഉം 300 കിട്ടിയ ആൾക്ക് 280 തൊട്ട് 285 വരെയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ 260 കിട്ടുക, 300-ൽ 300 കിട്ടി, 300-ൽ ഇനി 280 കിട്ടുകയാണെങ്കിൽ അതും കുറയും, ചെറിയ രീതിയിൽ കൂടെ കുറയും. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവർക്ക് കൂടുതൽ കുറയും, കുറച്ച് മാർക്ക് ഇത്തിരി കുറയുന്നതും കുറയും കേട്ടോ, കുറയുന്നതും കുറയും. അപ്പോൾ അതൊരു പ്രോസസ്സാണ്, അതിന് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ അതൊരു പോസിറ്റീവായിട്ടാണ് വരുന്നത് കേട്ടോ. അവരുടെ ആ സിലബസിനെ വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത സംഭവമാണ്. ഇനിയിപ്പോൾ അത് ചേഞ്ച് ആവണമെങ്കിൽ അങ്ങനത്തെ ഒരു ഫോർമുലയൊക്കെ മാറ്റിയെടുക്കണം. എന്തായാലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി നമ്മുടെ എല്ലാവർക്കും ഒരു 10,000-ന്റെ റാങ്ക് ആണല്ലേ നോക്കുന്നില്ലേ, 10,000-ൽ ഒന്ന് വരണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഏത് കോളേജസുകളാണ് നല്ലത്, ഞാൻ എല്ലാം കൃത്യമായിട്ട് ഗവൺമെന്റ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, കോ ഷെയറിംഗ് കോളേജസ്, പ്രൈവറ്റ് കോളേജസ് ഒത്തിരിയുണ്ട് കേട്ടോ. പല സെഗ്മെന്റിൽ നമ്മുടെ കോളേജസുകളുണ്ട്, ഫീസുകളുടെ ഒക്കെ രീതികളുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഈ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കോ ഷെയറിംഗ് കോളേജസുകളൊക്കെ ഏതാണെന്നുള്ള കുട്ടികൾക്കൊന്നും അറിയില്ല, അതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ആയിക്കോട്ടെ.
അപ്പൊ നമ്മുടെ ഇങ്ങനെയാണ് റാങ്കിന്റെ കാൽക്കുലേഷൻ. ഇതിനുള്ളിൽ ഏകദേശം എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഇതാണല്ലോ 10,000-ൽ നിങ്ങൾക്ക് റാങ്ക് 10,000 എന്ന് പറയുന്ന ആ ലൈൻ തൊടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ നിങ്ങളുടെ 600-ൽ ഒരു 360-അടുത്തുള്ള ഒരു മാർക്കാണെങ്കിൽ 10,000-ലായിരിക്കും നമ്മുടെ റാങ്ക് കേട്ടോ. ഒരു 600-ൽ ഒരു 400-ലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അത് 4,000-നും 5,000-നും ഇടയ്ക്കായിരിക്കും റാങ്ക്. 600-ൽ 400-ഒക്കെ എത്തി എന്ന് പറയുമ്പോൾ അത് 4,000 to 5,000 4K to 5K ഇടയ്ക്കുള്ള ഒരു റാങ്ക് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു എനിക്ക് മനസ്സിലാകുന്ന പക്ഷെ നിങ്ങളോട് പറയാൻ അതൊരു വലിയൊരു ചേഞ്ച് ആണ് കേട്ടോ. ഇത്തിരി മാർക്കിന് ഒത്തിരി റാങ്ക് ഒക്കെ മാറും. അതൊക്കെ ആ രീതിയാണ്, അതൊക്കെ വിടാം. അപ്പൊ എന്തായാലും ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ബേസിക് ആയിട്ടൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ടൊന്ന് മനസ്സിലായി. 360 കിട്ടുന്നത് എത്രയാണോ അതിനെ 300-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ 1.2 ചെയ്താൽ അത് 300-ലോട്ട് മാറും. എന്നിട്ട് കീം റാങ്ക് 600 കീം റാങ്ക് മാർക്ക് 600 എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ അത് 300-ലോട്ട് മാറും. അങ്ങനെ കിട്ടുന്നത് ആഡ് ചെയ്യാം. അപ്പൊ 50% ഇതാണ് എടുക്കുന്നത് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത് 50% വീതം. അങ്ങനെ ടോട്ടൽ 100% വരുന്നത്. എന്നിട്ട് രണ്ടുകൂടെ അതിനെ ഫൈനലി 600-ലോട്ട് മാറ്റും. ഈ 600 എത്രയാണോ കിട്ടുന്നത് ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 600 എത്രയാണോ കിട്ടുന്നത് അവരാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഓക്കെ, ഈ വർഷത്തെ ഇനി കാര്യങ്ങളെല്ലാം ഡേറ്റാസ് കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളിലോട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എത്തിച്ചിരിക്കും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ മീൻസ് പ്രയോജനപ്പെട്ടെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. കാരണം കാര്യങ്ങളെല്ലാവരും എളുപ്പം അറിയട്ടെ, അങ്ങനെ പഠിത്തത്തിലോട്ട് കൂടുതൽ എൻ്റർ ആവട്ടെ. ഓക്കെ, അതൊരു സന്തോഷമാണല്ലോ. എന്തായാലും എല്ലാവർക്കും നല്ല റാങ്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.